നമസ്കാരം സുഹൃത്തുക്കളെ. ഇലോൺ മസ്ക് മുഖേന കേരള BJPയിലെ ഒരുപാട് നേതാക്കന്മാരുടെ ജോലി പോയിരിക്കുകയാണ്. കേരള സംസ്ഥാന അധ്യക്ഷനാവാൻ വേണ്ടി കുപ്പായം തൽപ്പിച്ച ഒരുപാട് സംസ്ഥാന നേതാക്കന്മാർ കേരള KJPയിലുണ്ട്. അവരുടെയൊക്കെ പണി കളഞ്ഞിരിക്കുകയാണ് ഇലോൺ മസ്കിൻ്റെ ഇഫക്റ്റും കൊണ്ടാണ് ഈ പറയുന്നത് രാജീവ് ചന്ദ്രശേഖരൻ കേരള BJP അധ്യക്ഷനായി മാറിയിരിക്കുന്നത്. ട്രഡീഷണൽ പൊളിറ്റിക്സ്, അതായത് പൊളിറ്റിക്സ് തൊഴിലാക്കി മാറ്റിയ ഒരു കൂടി നേതാക്കന്മാരുണ്ട്. കമ്മീഷൻ ബിസിനസ് ചെയ്യുക, അതായത് മുറി ബീഡിയും ഒരു ഡയറിയും കക്ഷത്ത് വെക്കുക, രാഷ്ട്രീയം തൊഴിലാക്കി മാറ്റി രാവിലെ മുതൽ അങ്ങ് ഇറങ്ങും. പാർട്ടിയെ പുനരുജ്ജീകരിക്കുക, പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നുള്ള ആഹ്വാനമായി ഇറങ്ങും. പാർട്ടിയെ മാത്രം ശക്തിപ്പെടുത്തും, പാർട്ടിയും കുടുംബത്തെയും മാത്രം, നാടിനെയില്ല. അങ്ങനെയുള്ള പൊളിറ്റിക്സ് കളിക്കുന്ന നേതാക്കന്മാർക്ക് വിരാമം. അവർ അവസാനിച്ചു. അമേരിക്കയിൽ അവസാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഇലക്ഷന്. ഇന്ത്യയിലും ഈ ട്രെൻഡ് കൈവന്നിരിക്കുന്നു. അതിൻ്റെ ഫസ്റ്റ് തുടക്കമാണ് കേരളത്തിലെ ടെക്നോക്രാറ്റ്, അതായത് ടെക്നിക്കൽ എക്സ്പെർട്ടീസ് ഉള്ള ഒരു വ്യക്തി കേരളത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി മാറുന്നു. രാജീവ് ചന്ദ്രശേഖരൻ. എല്ലാവരും പറഞ്ഞ ഒരു കാര്യമുണ്ട്, രാജീവ് ചന്ദ്രശേഖരൻ വരുന്നു. ഞാൻ സംസാരിക്കുന്ന വിഷയം ആരാണ് ഈ രാജീവ് ചന്ദ്രശേഖരൻ? അദ്ദേഹം കേരളത്തിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കാരണം കേരളത്തിൻ്റെ ഒരു ഡീകോഡ് ചെയ്തിരിക്കുകയാണ് കേരള BJP അല്ല, കേന്ദ്ര സർക്കാർ, കേന്ദ്ര BJP കേരളത്തെ എങ്ങനെ പിടിച്ചടക്കാമെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അതിൻ്റെ ഫസ്റ്റ് നടപടിയാണ് ചന്ദ്രശേഖരൻ്റെ വരവ്. ഓക്കെ, അദ്ദേഹം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മണിപ്പാലിൽ നിന്ന് കഴിഞ്ഞു. ഓക്കെ, അദ്ദേഹം അമേരിക്ക അതിന് മുമ്പ് ഇലിനോയ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം മാസ്റ്റേഴ്സ് ചെയ്തു കമ്പ്യൂട്ടറിൽ. ഇന്റൽ എന്ന് പറഞ്ഞ ടെക് ഭീമൻ, അതായത് ചിപ്പ് മാനുഫാക്ചറിങ്ങിൽ ഇപ്പോൾ NVIDIA അല്ലെങ്കിൽ AMDക്കാണ് ചിപ്പിൻ്റെ ബമ്പന്മാർ. ഒരു കാലത്ത് ഇന്റലായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ടോപ്പ്. അവരുടെ i4 പ്രോസസ്സിങ്ങിൻ്റെ ആർക്കിടെക്ചർ ടീമിൻ്റെ ഏറ്റവും തലവനായിരുന്നു ഈ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരൻ. ഓക്കെ, 90കളുടെ ആദ്യത്തോടെ മിടുക്കൻ ആർക്കിടെക്റ്റ് ആയിരുന്നു ആ പ്രോസസ്സിങ് കമ്മ്യൂണിറ്റിയുടെ. ഇന്ത്യയിൽ വന്നു. BPL എന്ന് പറയുന്ന മൊബൈൽ കമ്പനി ആരംഭിച്ചു. 5 വർഷങ്ങൾക്ക് ശേഷം $1.1 ബില്യൺ അദ്ദേഹം അത് വിറ്റു. ഇത് ഇന്ത്യയിലെ ഒരു വിപ്ലവമായിരുന്നു BPL മൊബൈൽ. ഓക്കെ, അതിനുശേഷം ഹി ഈസ് മോസ്റ്റ് ഇൻ ടു വെഞ്ചർ ക്യാപിറ്റൽസ്, അതായത് സ്റ്റാർട്ടപ്പ് ക്യാപിറ്റൽസിന് പണം കൊടുക്കുന്നു. ഹി ഈസ് മോസ്റ്റ് ഇൻ ദാറ്റ്. രണ്ടാം മോഡി സർക്കാർ അദ്ദേഹം IT മിനിസ്റ്റർ ആയിരുന്നു. IT മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ ഈ രാജ പോലുള്ള അഴിമതി വീരന്മാരായിരിക്കുന്ന ഒരുപാട് പേരിരുന്ന ഒരു പോസ്റ്റാണ് അദ്ദേഹം ഇരുന്നത്. മിടുമിടുക്കൻ. പലപ്പോഴും സമയം കിട്ടുമെങ്കിൽ ബിയർ ബൈസെപ്സ് എന്ന് പറഞ്ഞ ചാനലിൽ അദ്ദേഹം കൊടുത്ത ഒരു പോഡ്കാസ്റ്റ് നിങ്ങൾ വാച്ച് ചെയ്യണം. ഓക്കെ, മുണ്ട കൊടുത്തു വന്നിരിക്കുക, തന്നെ മലയാളി മുണ്ട കൊടുത്തു വന്നിരിക്കുന്നു. അദ്ദേഹം വിഷൻ. ഓക്കെ, ഇന്ത്യയിലെ സെമി കണ്ടക്ടർ ഫീൽഡ്, അതായത് NVIDIA, പിന്നെ AMCL, പിന്നെ അതുപോലെ TMFC എന്ന് പറഞ്ഞാൽ ഈ സെമി കണ്ടക്ടിങ് മാനുഫാക്ചറിങ് ആയിട്ടുള്ള ഹബ്ബാക്കി മാറ്റാൻ അദ്ദേഹം രണ്ടാം മന്ത്രിസഭയിൽ ചെയ്ത കാര്യങ്ങൾ വിസ്മരിക്കാൻ സാധിക്കില്ല. ഇനി ഏതെങ്കിലും കുട്ടികൾ ഈ പറയുന്ന വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുമെന്ന് പറയുന്നത് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പഠിക്കുന്നുണ്ടെങ്കിൽ ട്രൈ ടു ഗെറ്റ് ഇൻ ടു സെമി കണ്ടക്ടിങ്. ഓക്കെ, ഇന്ത്യ ഒരു ഹബ്ബായി മാറുകയാണ് സെമി കണ്ടക്ടർ ഫീൽഡിന്. അത്രയും മിടുമിടുക്കിനാണ്. ഈ തിരുവനന്തപുരത്ത് അദ്ദേഹം നിസ്സാര വോട്ടുകൾക്ക് തോറ്റുപോയി. ഈ പറയുന്ന തിരുവനന്തപുരം സ്വദേശികളുടെ നഷ്ടമെന്ന് പറയാൻ പറ്റും. ഒരു പക്ഷേ AID അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയുടെ ഒരു ഹബ്ബ് ആവാൻ സാധിക്കുമായിരുന്നു തിരുവനന്തപുരത്ത്. കാരണം ഈ പറഞ്ഞ കുട്ടികൾക്ക് ബാംഗ്ലൂരിലേക്കോ ചെന്നൈയിലേക്കോ ഓടേണ്ടി വരില്ല. കാരണം ഈ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ടെക്നിക്കൽ എക്സ്പെർട്ടീസുള്ള ആളുകൾ വേണം. അപ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരം മുതലായ അനുബന്ധമായ കോളേജുകളിൽ ഈ പറയുന്ന കരിക്കുലം ഡിസൈൻ ചെയ്ത് അവർ ട്രെയിൻ ചെയ്യിപ്പിക്കും. ആഫ്റ്റർ കോളേജ് ഇന്റേൺഷിപ്പ് ഡയറക്റ്റ്ലി ഈ പറയുന്ന സെമി കണ്ടക്ടിങ് ഇൻഡസ്ട്രിയിൽ അവർക്ക് ജോലി. നമുക്ക് പിന്നെ വീട്ടിൽ കടന്നു വരുന്നതായിരിക്കും. അപ്പോൾ എക്സ്പെർട്ടീസാണ്. കാരണം അദ്ദേഹത്തിന് ടെക്നിക്കൽ എക്സ്പെർട്ടീസും പൊളിറ്റിക്കൽ എക്സ്പെർട്ടീസും വളരെ വലുതാണ്. 2006 അദ്ദേഹം MP വരുന്നു, ഇൻഡിപെൻഡൻറ്റ് MP, പിന്നെ BJP പ്രവർത്തിക്കുന്നു. ഞാൻ പറയുന്നു, അദ്ദേഹം ഒരു മനോഹർ പരീക്കറായി മാറും കേരളത്തിൽ. ഈ ഗോവ എന്ന് പറയുന്നത് ട്രഡീഷണലി ഒരു ക്രിസ്ത്യൻ വോട്ട് ബാങ്കും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു വലിയൊരു കോട്ടയായിരുന്നു ഗോവേനെ BJP കൈയടക്കിയിരുന്നത് മനോഹർ പരീക്കർ എന്ന് പറയുന്ന മരിച്ചുപോയ മിടുക്കനായിട്ടുള്ള മുൻ ഡിഫൻസ് മിനിസ്റ്റർ. ഞാൻ കണ്ടു, അദ്ദേഹം ക്യാൻസർ മുഖേന മരിച്ചുപോയി. വാസ് എ ചീഫ് മിനിസ്റ്റർ 2-3 വട്ടം. അദ്ദേഹമാണ് ഈ ഗോവയെ കീഴടക്കിയത്. ഓക്കെ, കാരണം ഈവൻ ഗോവയിലെ ഏതൊരു ക്രൈസ്തവനും ചോദിച്ചാൽ പറയും വൺ ഓഫ് ദ ബെസ്റ്റ് ചീഫ് മിനിസ്റ്റർ വാസ് മനോഹർ പരീക്കർ. ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഡിഫൻസ് മിനിസ്റ്ററും കൂടിയായിരുന്നു. BJP കേന്ദ്ര BJP മനസ്സിലാക്കിയിരിക്കുകയാണ്, ക്രൈസ്തവരുടെയും അതോടൊപ്പം തന്നെ യുവാക്കളുടെയും ഇടയിലേക്ക് ചെന്നാൽ മാത്രമേ വോട്ട് കിട്ടുകയുള്ളൂ. അത് ഈ പറയുന്ന രാഷ്ട്രീയം തൊഴിലാക്കി മാറ്റിയ ഒരുപാട് നേതാക്കന്മാർ, ആരുടെ കുറ്റം പറയല്ല, അവർക്കത് അവരുടെ ബിസിനസ്സാണ്. തീർച്ചയായും അവർക്കിന് വേറൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഇനി മാറി നിന്നേ പറ്റൂ. വരും തലമുറയ്ക്ക്, അതായത് ഈ പറഞ്ഞ തലമുറയ്ക്ക് മാറി നിന്നേ പറ്റൂ. ഇത് പറയുമ്പോഴാണ് പറഞ്ഞത്, ശുദ്ധ മണ്ടത്തരം വിളിച്ചു പറയുന്ന 2 സംസ്ഥാന നേതാക്കന്മാരാണ് മറ്റ് 2 പാർട്ടിക്കുള്ളത്. മറ്റേ ഒരു നേതാവിനെ വേറെന്തോ അപ്പം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി വിളിക്കുന്നുണ്ട്. മറ്റേ നേതാവ് എന്ന് പറയുന്നത് ഒന്ന് കേട്ടാൽ ഇതിനെ പറഞ്ഞാൽ പോലും മനസ്സിലാവുക പോലുമില്ല.
അപ്പോൾ അവരുടെ ഇടയ്ക്കാണ് ഈ പറയുന്ന ടെക്നോക്രാറ്റിൻ്റെ വരവെന്ന് പറയുന്നത്. BJP കളം പിടിക്കും. കാരണം ഇദ്ദേഹം യുവാക്കളെയും പ്രേസരും ഒന്നിക്കും വോട്ട് പിടിക്കും. അദ്ദേഹം മുഖ്യമന്ത്രിയായി മാറുക തന്നെ ചെയ്യും. അദ്ദേഹം മുഖ്യമന്ത്രിയായി മാറിയാൽ കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും സുഹൃത്തുക്കളെ. കാരണം ഇറ്റ് വിൽ ബി വിഷൻ. നമ്മൾ ഈ പറഞ്ഞ പൊളിറ്റിക്സ് നിങ്ങൾ ദൂരെ വെക്കും. അത് ഞാൻ പറഞ്ഞില്ല, പൊളിറ്റിക്സ് എന്ന് പറയാൻ മാത്രമല്ല എപ്പോഴും വേണ്ടത്. ട്രഡീഷണലായിട്ട് നിങ്ങൾ കാണുന്ന ഒരു പാർട്ടി ചിഹ്നമുണ്ട്. മാറി ചിന്തിക്കാൻ ഇത് മാറി 2025, 26 കാലഘട്ടത്തിലാണ്. ഓക്കെ, വി നീഡ് വികസനം. ഓക്കെ, വി നീഡ് ടാലൻ്റുള്ള ആളുകൾ വരണം. ഏത് പാർട്ടി ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് ടാലൻ്റുള്ള ആളുകൾ നിങ്ങൾ അംഗീകരിക്കാൻ പഠിക്കണം. ഒരുപാടൊന്നും രാജീവിനെ പുകഴ്ത്തി പറയാനും സാധിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ നിമിഷമൊന്നും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അദ്ദേഹം ടെക്നിക്കൽ ഫീൽഡിന് എക്സ്പെർട്ടീസായി വന്നു, സ്വന്തമായി ബിസിനസ് ചെയ്തു, മിടുക്കൻ. അദ്ദേഹത്തിന് ഇവിടുന്ന് ഒരു 10 രൂപ ഉണ്ടാക്കിക്കൊണ്ട് പോകേണ്ട ആഗ്രഹമൊന്നുമില്ല. ഈസ് നോട്ട് കൈൻഡ് ഓഫ് മാൻ. 1.1 ബില്യൺ എന്ന് പറയുന്ന 1000 കോടിയുടെ മുകളിലാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത്. ഇവിടുന്ന് ഒരു ഡീൽ അടിച്ചു മാറ്റി, അല്ലെങ്കിൽ 25 അല്ലെങ്കിൽ 30 ലക്ഷം രൂപ അടിച്ചു മാറ്റി കൊണ്ടുപോയി. ഈസ് നോട്ട് കൈൻഡ് ഓഫ് മാൻ. അത് മിഷനുണ്ട്. ഇതെല്ലാം എന്ന് പറയുന്നത് ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ വിഷനാണ്. ഓക്കെ, ഇതിന് ഒരുപക്ഷെ വരും കാലങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും. 26 കളം പിടിക്കുക തന്നെ ചെയ്യും. എങ്ങനെ? വിദ്യാർത്ഥികളിൽ കൂടെയും യുവാക്കളിൽ കൂടെയും ക്രൈസ്തവരിൽ കൂടെയും മറ്റ് ന്യൂനപക്ഷങ്ങളിൽ കൂടെയും അദ്ദേഹം കളം പിടിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും.